നമ്മുടെ സർപ്രൈസും കൊണ്ട് പോവാട്ടെ. ഡാഡി അമ്മക്ക് കറിയൊക്കെ കൊണ്ടുവന്ന ജസ്സിൻ അടിപൊളി. ഇത്ര പെട്ടെന്ന് പന്തലിട്ട് കഴിഞ്ഞ സ്റ്റീവട്ടാ അതെ അപ്പയുടെ കയ്യിൽ എന്തിട്ടാന്ന് നോക്കി. അടിപൊളി. എന്തോരം ഉണ്ടാവും എനിക്കറിയില്ല ചേട്ടാ. എന്തായാലും 2 കിലോന് മുകളിലുണ്ടാവായിരിക്കും. ഇതെന്തിട്ടാന്ന് മീനിന്റെ പേര്? എന്തായാലും കൊള്ളാം, അടിപൊളി. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോ മീനും തൂക്കി വെക്കും. ആ നോക്കാം നോക്കിട്ട് പറയാം. തൂക്കി നോക്കിട്ട് മുറിക്കാവട്ടോ. ഒരാള് വാലാട്ടി നിക്കണ്ട്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഈ മീനും കൊണ്ട് പോവാം. അവന്റെ അമ്മേനെ കൊണ്ട് കറി വെപ്പിക്കാന്ന് വിചാരിച്ച്. എന്താവെന്ന് അറിയില്ല, അവർ തിരക്കാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇനി നേരെ വീട്ടിലേക്ക്. ചേട്ടാ കാണിച്ച അമ്മനെ ഈ ഒരു കവറിലിട്ട് തരോ, അല്ലെങ്കിൽ കാറിലൊക്കെ ആവും. അപ്പൊ നമ്മുടെ മണവളച്ചക്ക വന്നോണ്ടിരിക്കുന്നുണ്ട് എന്റെ കൊണ്ടുപോയി. ഏതാ മഞ്ഞില്ലല്ലോ. എന്തോ സാധനമാണല്ലോ. അപ്പൊ അങ്ങനെ ചേച്ച അവന് ഉറവ് പോലെ ഉണ്ടാവില്ല. പക്ഷെ അവർക്കൊക്കെ തീറ്റ കൊടുക്കണം. വീഡിയോ ഇട്ടിട്ടില്ല, എഡിറ്റ് ചെയ്യണം. എന്തെങ്കിലും ആവശ്യം വിളിച്ചോളൂ. ആവശ്യം എനിക്ക് ഡ്രസ് എടുക്കാണ്ട് വേറെ ആവശ്യമൊന്നുമില്ല. ഞാൻ മേടിയച്ഛനെ കൊണ്ടുവെക്കണം. സെന്റർ ആവശ്യം വരുമ്പോ ആവശ്യമുണ്ട്, ഞാൻ വിളിക്കാം. Would you stay till the morning light, or would you follow me, or would you let it be if I leave tonight? ജസ്മിനും ജാസ്മിന്റെ വന്നുണ്ട്. എങ്ങോട്ടാ? ഭക്ഷണം കഴിക്കണം. ഭക്ഷണം പോയിട്ടില്ല. തിരിച്ചിടുക. എനിക്കൊന്നും വരുന്നില്ല. എന്ത് എന്റെ അടുത്തൊരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ സർപ്രൈസും കൊണ്ട് പോവാട്ടെ. ഡാഡി താങ്ങ പറ്റല്ലോ. എങ്ങനെയുണ്ട് സാധനം? വാ ഇത് അമ്മയുടെ എക്സ്പ്രഷൻ നോക്കാം. അമ്മക്ക് കറിയൊക്കെ കൊണ്ടുവന്ന അതൊക്കെ ഉണ്ട്. മീമി ഇത് എത്രയില്ല അറിയില്ല, ഒന്ന് വെയിറ്റ് നോക്കണം. എത്രയില്ല 2 സംതിങ് ഉണ്ടെന്നാണ് എന്റെ ഇത്. നോക്കിട്ട് പറയാം എത്രയിലാണെന്ന്. 2,350. 2,350 അപ്പൊ മമ്മി നല്ല സൂപ്പർ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ജാസ്മിനൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മീനെ കാണിച്ചു കൊടുക്കാം, അവന്റെ എക്സ്പ്രഷൻ കാണാം. ജസ്വിൻ ചേട്ടാ, ജസ്വിൻ ഇതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞ. എങ്ങനെയുണ്ട്? അല്ല നീ അത് ഗ്രില്ല് ചെയ്യാൻ പറയുന്നത് എനിക്ക് അറിയാമായിരുന്നു. ഇത് കറി കഴിക്കാം നമുക്ക്. ചോറ് ചായയും
അവിടെ ഡൈനിങ് ടേബിളുമ്പോൾ ചോറ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും എടുത്തത് ചോറാണ് കേട്ടോ. ചോറും ബീഫ് കറിയും കൂട്ടി കഴിച്ചു. ഞാൻ പുട്ടെടുത്തു ആദ്യം. അപ്പോൾ പുട്ടും ബീഫ് കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ സ്റ്റീവ് എന്നെ മടിയിൽ ഇരുത്തിയിട്ടുണ്ട്. അവൻ ഇങ്ങനെ കിണിയൊക്കെയാണ് ഇരിക്കണത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നായിരുന്ന ഒരു ഇതിലങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മമ്മിയുടെ സ്പെഷ്യൽ ഫുഡ് കൂട്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആരംഭം കുറിക്കാൻ പോണത്. പിന്നെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം. ഞാനും അനിയനും കൂടി പോകാമെന്ന് വിചാരിച്ചു. സ്റ്റീവിനെ വീട്ടിലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഡ്രസ്സ് നോക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മമ്മി ചക്ക വേഗം പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. നമ്മുടെ പ്ലാവമത്തെ ചക്കയാണ്. ചെറിയൊരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, എന്നാലും അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ മീനെ വെട്ടൽ നടത്താൻ പോവാണ്. വാഴല വെട്ടിയിട്ട് വാഴയില വെക്കാം, എന്നിട്ട് ക്ലീൻ ആക്കാം. അപ്പോഴൊരു ഇത് വരുള്ളൂ. എവിടുന്ന ഏതാ? ഈ സൈഡിൽ നിന്ന് വെട്ടാന്നല്ലേ? ഓക്കെ. അവനങ്ങടെ നീളത്തിലൊന്ന് വെച്ച് അവൻ്റെ വലിപ്പം നോക്കട്ടെ. അടിപൊളി വളവളൂന്നിരിക്കണേ. സ്റ്റീവേ, എടാ അവനെ കൊണ്ടുവരാടാ. മീമി, സ്റ്റീവ് നോക്കിയടാ. മീമിനെ അമ്മ കട്ടീന്. വാ അമ്മ കാണിച്ചു തരാം. അതെ അച്ചാച്ചനെടുക്കും. വാ അച്ചാച്ചനെടുക്കും. നീ മഴ പെയ്യണ മഴ. വാ മീമിനെ കാണിച്ചു തരാ. വെള്ളം കാക്ക വന്നുണ്ട്. ശിവേ, മീമിനെ തിന്നെ കാക്ക വന്നിടാ. നോക്കിയടാ മീമിനെ കണ്ട. ഇങ്ങടാ മരത്തിന്റെ മുട്ടിയായിരുന്നു വേണ്ടത്. പൊളിഞ്ഞു. അങ്ങനെ മമ്മി അവിടെ മീനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകാണ് കേട്ടോ. പിന്നെ സ്റ്റീവ് ആണെങ്കിൽ അച്ചാച്ചനായിട്ട് എൻ്റെ അനിയനായിട്ട് സെറ്റായിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. അവൻ പുറത്തേക്കൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഡാഡിയുടെ അടുത്തൊക്കെ ഇരുന്നു. അപ്പം അങ്ങനെ അവൻ വീണ്ടും ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവരെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിനും ചേട്ടനും കൂടി അവർക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി ബിസിയാണ് അവർ. അപ്പോൾ ക്ലീനിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ കഴിഞ്ഞ് മറ്റേ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ കേട്ടാ. അടിപൊളി. തലയാണത്. ഞാൻ വിചാരിച്ചു തല വലുതാന്ന്. എൻ്റെ കുറേ വേസ്റ്റ് പോയില്ല. അപ്പം അങ്ങനെ അമ്മയുടെ മീനിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റീവൊക്കെ ഒന്ന് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് അവനോട് ഇരുന്നതിന് ശേഷം ഞാനും അനിയനും കൂടി ചാലക്കുടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവനൊന്ന് ഹെയർ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഡ്രസ്സ് നോക്കണം. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞങ്ങളിത് ചാലക്കുടിയിൽ ആനമല ജംഗ്ഷനിലുള്ള മൂലൻസിൻ്റെ പാർക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയും കയറണം. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു യൂണിസെക്സ് സലൂൺ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടി കയറണം. ഇതാണ് ഞങ്ങളുടെ പ്ലാനിങ്. അങ്ങനെ ആദ്യം അവൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കയറി. അപ്പോൾ ഞാനിങ്ങനെ
കറങ്ങി തിരിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെന്താ ഇത്ര പെട്ടെന്ന് വർഷങ്ങൾ പോയി, കല്യാണമായി ചെക്കൻ്റെ ഓർക്കുമ്പോഴാണ് എനിക്ക്. കാരണം എന്തൊരു പെട്ടെന്ന് വർഷങ്ങളും മാസങ്ങളൊക്കെ പോകണല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഒരു ടീഷർട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അധികം ടൈമില്ല, അപ്പോൾ അവൻ എങ്ങോട്ടൊക്കെയോ യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് എടുത്തിട്ട് വേഗം ഞങ്ങൾ പോവാണ്. മമ്മി അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അധികം അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്യണമെന്നില്ല. പെട്ടെന്ന് നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നേരെ ഇനി വീട്ടിലേക്ക്. മമ്മി അവിടെ മീൻ കറി വെക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേസ് കണ്ടിട്ടില്ല കേട്ടോ. അവന് രാവിലെ വീട്ടിലേക്ക് വന്നായിരുന്നു. നേരത്തെ രാവിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഗ്രേസ് നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ അതേ സണ്ണും ചേട്ടനും ഒരു ടീഷർട്ട് എടുത്തു ഞാൻ. ഇനി നേരിട്ട് കൊണ്ട് കാണിക്കും, അറിയാം ഇഷ്ടമായോ ഇഷ്ടമായില്ല. പന്തലിട്ട് കഴിഞ്ഞ ആ വണ്ടിയടാ അവിടെ ഇങ്ങോട്ട് കയറ്റണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇടാം മുകളിൽ. മമ്മി ഇത് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറിയാണ്ട വെക്കണത്. അപ്പോൾ അതേ ഇനി ലാസ്റ്റ് കറി താളിച്ചും കൂടി ഇടാണ്. ശരിക്കും മണവാളം വന്ന് പന്തലിൻ്റെ ചെറിയൊരു ഇതും കൂടി ആയപ്പോഴാണ് ഒരു കല്യാണ വീടിൻ്റെ ആ ഒരു ഇത് വന്നത്. ഫംഗ്ഷനൊക്കെ പള്ളിയിലാണ്, എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല മഴയാണ്, ഇന്നാണെങ്കിൽ നല്ല സൂപ്പർ മഴ. നമ്മുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ മഴയൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം ഇന്നിങ്ങനെ മഴ വരും മഴ പോവും അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഇവിടെ പന്തൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ മഴ വീണു. അപ്പോൾ ഇനി സ്റ്റീവ് ഞാൻ വന്ന് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബീഫിൽ കുറച്ച് കായും കൂടി കിട്ടുന്ന വിപുലീകരിച്ചായിരുന്നു. അപ്പോൾ ബീഫും കായും പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ കൂട്ടി അങ്ങനെ ഫുഡ് കഴിച്ചു. സ്റ്റീവിനെ ഉറക്കി. പിന്നെ ഞാൻ ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാണ് കേട്ടോ. ഒന്ന് ഫുള്ളൊന്ന് വൃത്തിയാക്കി ഇടാൻ. കാരണം കല്യാണ വീടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് വരും. പിന്നെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ എനിക്ക് അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. ഡാഡി ആണെങ്കിൽ ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. ഹണി ചിക്കനാണ് ഉണ്ടാക്കണേ. പിന്നെ അതേ വല്യമ്മ വന്നിട്ടുണ്ട്. ഡാഡിയുടെ മൂത്ത ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. വല്യമ്മച്ചി ഇതേ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു കല്യാണത്തിൻ്റെ ഒരു മണം എവിടേക്കോ അടിക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടിയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് വഴി അറിയിച്ചോളൂ. മഴ പെയ്യാണ്ടിരിക്കാനൊക്കെ പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Tonight we could do this right. We'll find the remedy. Or would you stay with